കുടുംബശ്രീ നിർമ്മിച്ചത് 22 ലക്ഷം ദേശീയപത. വോട്ടിംഗ് യന്ത്രത്തിന്റെ സാധുത തള്ളി. ചുവപ്പ് വേണോ പച്ച വേണോ? ഏതെങ്കിലും താ ഇങ്ങോട്ട്. അതിനെ എടുത്തോ. ചുവപ്പും പച്ചയും. കടുപ്പില്ല. കടുപ്പില്ലേ? കുറവ്. നിങ്ങൾ രണ്ടുപേരും മാത്രം ചായ കുടിക്കണ? എനിക്കില്ലേ ചായ? വീട്ടിലെ ഗസ്റ്റ് ആണല്ലോ, എടുത്തോണ്ട് വന്ന് ചായ കുടിക്കൂ സാറേ എന്ന് പറയാനായിട്ട്. വേണമെങ്കിൽ എടുത്ത് പോയി കുടിക്കടി. പിന്നെ അച്ഛൻ എന്തോന്ന് ഗസ്റ്റാ? മക്കൾക്ക് ചായ വേണോ? ഓ വേണോ ചായ. പോയി എടുത്ത് കുടിക്കോ. കുടി. എന്താ ഭയം ഇറക്കോട്ടെ. പാവല്ലേ നേരം. എന്താണ് മൂകുന്ന ലൈൻ? ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാനാ? ഇന്ന് രാവിലെ എഴുന്നേറ്റോണ്ട് ഇവിടെ പാട്ട് പാടി നടക്കും. ഒച്ചയും ബോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മിണ്ടുന്നില്ല. അല്ല പത്രമൊക്കെ വായിക്കണം. അല്ലടാ ഞാൻ എന്താ എഞ്ചുവടി നോക്കുന്നു. 7642 ഉണ്ട്. സംഭവം ഭാഗവതം വായിക്കേണ്ട സമയമായി. ഈ പ്രായത്തിലുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വായിച്ചോളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോന്നു? അങ്ങള് പറഞ്ഞതാ അച്ഛൻ പറഞ്ഞതാ? അല്ല അണ്ണന്റെ തഗ് കൊള്ളൂല, എന്റേത് കൊള്ളാന്ന് പറയരുത്. മനസ്സിലായില്ലേ? വേറെ പണിയൊന്നുമില്ലേ? 2 ഉണ്ട്, കൊണ്ടുവരട്ടോ. എനിക്ക് പണി തരാനല്ല, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. എനിക്ക് പണി തരികയാണല്ലോ. എന്റെ കുളിമുറിയുന്ന ഷാമ്പു നീ എടുത്താടാ? എടുത്തു. എന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനം ഒറ്റെണ്ണെടുത്ത് പോരുത്. എവിടെ പോണം? ഞാനാ എന്റെ ഒരു കൂട്ടുകാരന്റെ പാലിയാച്ചന് പറഞ്ഞു. എന്ത് അയാള് മുടി കൊട്ടിട്ടിരിക്കണ ഷാമ്പൂ കൂടെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ. എടാ എന്റെ വിവരക്കേട് പറയാനാ. നാക്കെടുത്താൽ നല്ലത് പറ. ഞാൻ ഒരു നല്ല കാര്യത്തിനാണ് പോണത്. എനിക്കൊരു നല്ലതുമില്ല. കണ്ടന്റെ വീട്ടിൽ തിന്നാൻ പോണോ? ഇത്ര നല്ലതെന്ത്? ഓ അപ്പൊ നീ പാലിയാച്ചനൊന്നും നീ പോകൂലേ? ഞാൻ പാല് കാച്ചാൻ പോവാൻ. ഞാൻ ജാനകി അമ്മയല്ല. എന്തിനാ പാല് കാച്ചാൻ പോവാൻ? രാമ നിർത്ത്, മാമ പോയിട്ട് വരണം. ഒരു കാര്യം ഞാൻ പറയാം കേട്ടാ. കേക്ക് ആരെങ്കിലും വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന ഇന്ന് ആളില്ല, നാളെ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞാൽ ഓ ശരി ശരി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ജനശതാബ്ദി വല്ല വരൂ? അയച്ചു പാടാ. അപ്പൊ ഒരു 5 മിനിറ്റില് ഞാൻ റെഡി ആയിട്ട് വരാം. എവിടെ? പാലേച്ചിന് പോവാൻ. എന്നെ വിളിച്ചില്ലല്ലേ? എന്നെയല്ലേ വിളിച്ചത്? ഞാൻ പൊയ്ക്കോളാം. പോട്ടാ. അതെ, അവിടെ ഇന്ന് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും ഇല്ല. ബിസ്ക്കറ്റും ചായയേ ഉള്ളൂ. പറഞ്ഞോ? ഓ അതില് നിന്റെ അച്ഛൻ പോകത്തത്. ചേട്ടാ മെക്കാനിക് ഇല്ലേ? വണ്ടി ഒന്ന് ശരിയാക്കാനായിരുന്നു. തന്നെ ചേട്ടനാണോ മെക്കാനിക്ക്? ആ ഞാൻ തന്നെ. അല്ല ഞാനല്ല, മെക്കാനിക്ക് പുറത്ത് പോയിക്കണം. ഞാൻ എന്റെ ഓണറാണ്. ഓ ചേട്ടാ ഇതിന്റെ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് കത്തുന്നില്ല. ഇൻഡിക്കേറ്റർ കത്തുന്നില്ലേ? നിക്കേ ന്യൂട്രലാക്കട്ടെ. ഇൻഡിക്കേറ്ററല്ലേ കത്തുന്നത്? അയ്യോ ഫ്രണ്ടിലെ അല്ല, ബാക്കിലെ. ബാക്കിൽ. ആ ബൾബ് മാറ്റില്ല. ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് 1 വർഷമായില്ലേ സർവീസ് ചെയ്തിട്ട്? അതിന്റെ ഒരു കുഴപ്പം ഉണ്ട് തന്നെ. ഉണ്ടല്ലേ? ഇവിടെ വെച്ചേരാ. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാം. അയ്യോ ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്തെന്ന്? എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. അല്ല അതല്ല, ഇത് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യണം. ഇത് ഓയിൽ ചേഞ്ച് ചെയ്ത് ഞാൻ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ തരാം. അല്ല എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ട് തരാം. എന്താ പറയാ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ഇല്ലേ? അതെ. ഫുൾ ആയിട്ട് സർവീസ് അങ്ങ് ചെയ്തേക്കാം. എന്താ പറയാ, ബ്രേക്ക് ഒക്കെ മാറി സെറ്റിട്ട് അങ്ങ് തന്നേക്കാം. ഒരു ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ മതി. എനിക്ക് വിശപ്പില്ല. അപ്പൊ ചായയും വടയും തിന്നാൽ മതി. വടിയോ? വട തെറ്റിപ്പോ വടയാനിയാ. എന്നാ പോയിട്ട് വരാം അല്ലേ? പിന്നല്ല, പോയിട്ട് വേണം ഇവിടെ വയ്ക്കണ്ട. അതെനിക്ക് ഇഷ്ടമില്ല. എന്നാ പോവാ. ഓക്കെ പോവാ. ഞാനായിട്ട് വിളിച്ചു വരുത്തിയല്ലോ, ഒരു സാധനം വന്നതല്ലേ. കുറച്ച് തൊട്ടെന്റെ പോക്കറ്റ് ഇരിക്കട്ടെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങൾക്കല്ല അറിയോ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നീ ഒന്ന് ചുമ്മാരി. ഞാൻ കണ്ട് അച്ഛന്റെ വർക്ക്ഷോപ്പിലെ ഒരു പൊട്ടിയ ഒരു സിഗ്നൽ കിടക്കണം. അതിന്റെ ഒരു ബൾബ് എടുത്തിട്ട് കൊടുക്കുക. ദൈവമേ, അപ്പൊ പറഞ്ഞാണ് വേണോ? നിന്റെ പേടി എന്തിനാണ്? ഞാൻ മറ്റേ തീവ്രവാദികൾക്ക് ബോംബുണ്ടാക്കി കൊടുക്കണ ഒരു കൊട്ടേഷൻ എടുത്തോല്ലേ? അപ്പൊ പറഞ്ഞാണ് ഞാൻ ചെയ്തോളാം, നീ ഇപ്പൊ ആത്തറി. അറിയാൻ വയ്യാത്ത പണിക്ക് പോണോ? ഇത് കാര്യം ചെയ്യാൻ അണപ്പിക്കാനായിട്ട് ഓരോ
ഗവൺമെന്റ് എംപ്ലോയി സ്കീം, ഡൗൺ പേയ്മെന്റ്, ക്യാഷ് ഓഫർ ഉണ്ട്. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, ചെറിയ അക്ഷരമൊക്കെ. അത് ചെറിയ അക്ഷരത്തിന്റെ പ്രശ്നമല്ല, പ്രായമാകുമ്പോ കാഴ്ചശക്തി കുറയും എല്ലാവർക്കും. വെള്ളെഴുത്ത് കുഴപ്പമൊന്നുമില്ല. അതന്നെ, കണ്ണാടി എടുത്ത് വെച്ചോടെ മനുഷ്യ. പേപ്പർ വായിക്കാൻ നേരത്ത് മാത്രം കണ്ണാടി എടുത്ത് വെക്കും. എന്താ നോക്കണേ? അതെ, ഞാൻ വിചാരിച്ചു നമുക്കൊരു കാർ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അയ്യോ, അല്ലല്ല, ഒരു കാറ് വാങ്ങിച്ചതിന്റെ ക്ഷീണം മാറിയില്ല. എടി അത് പഴയ കാറല്ലേ, ഇത് പുതിയത്. പുതിയ കാറാ? അതാ ശരിക്കും? നോക്ക്. അച്ഛാ, നമുക്ക് ഉടനെ തന്നെ ഒരു ബൈക്ക് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? അങ്കിൾ ഒരു വണ്ടി നന്നാക്കി എടുത്തോണ്ട് പോയിട്ടുണ്ട്. രാമനാ? അതെ. എടി, അവൻ നന്നായിട്ട് വണ്ടി പണിയാൻ അറിയാം. ഇപ്പൊ പ്രശ്നം തോന്നുന്നു. പിന്നെ എന്റെ പൊന്നമ്മ ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞൊരു ബൈക്ക് കൊണ്ടുവന്നു. അതിന് എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞ് ഉന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ, ഞാൻ ഒരു കാര്യം പറയാം. അവ ആ വണ്ടി തൊലച്ചു കഴിഞ്ഞാലേ അതിന്റെ പൈസ ഒന്നും ഞാൻ കൊടുക്കൂല. അത് എന്റെ അടുത്ത് പറയണ എന്തിന്? പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അവനോട് പറയും. ഇതിന്റെ അവ എവിടെ? വർക്ക്ഷോപ്പില്. ഞാൻ ബെറ്റർ. രാമ, നീ എന്തോ ചെയ്യുന്നു ഇവിടെ? ഇപ്പോൾ ഞാൻ പ്ലഗ് ക്ലീൻ ചെയ്യുന്നു, വണ്ടി ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്നു. പ്ലഗ് ക്ലീൻ ചെയ്യാനാ? അതിന് കുഴപ്പം തോന്നുന്നു. കുഴപ്പം ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്ററാ? ഇൻഡിക്കേറ്റർ എന്ത്? ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അത് പ്രശ്നം എന്ത്? പ്രശ്നം ബാറ്ററിയുടെ പ്രശ്നമാണ്. ബാറ്ററിയുടെ പ്രശ്നമോ? അതെന്ത് പ്രശ്നം? ബാറ്ററിയുടെ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കണക്ഷന്റെ പ്രശ്നമാണ്. ബൾബ് ഞാൻ മാറി വെക്കും, എന്നിട്ട് കത്തണം. അതെന്താണ് പ്രശ്നം എന്ന്? അത് വല്ല ലൈനും വല്ല ഷോർട്ട് ആയതായിരിക്കും, അതായിരിക്കും എന്റെ പ്രശ്നം. അതാണ് പ്രശ്നം. ഓ, ഇൻഡിക്കേറ്റർ മാറാൻ വന്ന വണ്ടിയുടെ പ്ലഗ് ക്ലീൻ ചെയ്യുന്നത്? അത് ചോര് ഇൻഡിക്കേറ്റർ മാറിയാൽ ഒരു 60 രൂപ കിട്ടും. അതിന് വരെ ഞാൻ ഫുൾ ജനറൽ സർവീസ് അങ്ങ് ചെയ്താലേ, എഞ്ചിൻ ഓയിൽ ചേഞ്ച്, പ്ലഗ് ക്ലീനിങ്, ബ്രേക്ക് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പൈസ എത്ര ലാഭം വേണ്ടേ? നീ ലാഭത്തിന് വേണ്ടി ചെയ്യണത്. പിന്നെ നമ്മൾ സർവ്വസാമയം ഇവിടെ നടത്തുന്നത്. ഒരാൾ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ആ കംപ്ലൈന്റ് ക്ലിയർ കൊടുക്കണം. ഇവിടെ തന്തപ്പടി എന്ന് കൊട്ടിക്കൊണ്ടിരിക്കണത്, ഒന്നും ചെയ്യാൻ പറ്റാ, ഡെവലപ്മെന്റ് ഇല്ലാത്തത്. ഇത് എന്താടി ബുദ്ധിയല്ലേ ഞാൻ പറഞ്ഞത്? നിനക്ക് ഇതുവല്ല അറിയാമോ? ഇങ്ങനെ നിനക്ക് ഈ പണിവല്ല അറിയാമോ? ഒരു പ്രോ മെക്കാനിക്കായ മിസ്റ്റർ രാമൻ ഉണ്ണിയുടെ ചോദിക്കാൻ കൊള്ളാം ചോദ്യം തന്നെ നിങ്ങൾ ചോദിച്ചത്. രാമൻ, ഞാൻ ഒരു കാര്യം പറയാം. ഈ വണ്ടി പണിഞ്ഞു പണിഞ്ഞ അവസാനം പുതിയ വണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതി വരല്. ഇത് പുതിയ വണ്ടിയാണ്, ഇത് വാങ്ങിച്ചു കൊടുക്കാൻ. ഇത് പഴയ വണ്ടിയില്ല. പഴയതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരല്. പഴയത് വാങ്ങിച്ചു കൊടുക്കണ ഇപ്പം എന്ത് കുഴപ്പം? എന്റെ പൈസ ഒന്നുമില്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ചിരിക്കണ? ഇവിടെ എന്ത് സംഭവം നടന്നാലും അവസാനം എനിക്കാണ് അതിന് പാര വരണത്. അച്ഛാ, നമുക്ക് പോവാം. വെറുതെ ഒരു വണ്ടിയുടെ അകാല ചരമത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കണ്ട. ഓ, ചെല്ലു മോളെ, അച്ഛനെ വിളിച്ചോണ്ട് ചെല്ല്. ചെല്ലാൻ തന്നെ പോണത് കേട്ടാ. ഒരു കുത്തിക്കളി ഇവിടെ നിന്ന്. ആവശ്യമില്ലാത്ത ഒന്നും ഇളക്കണ്ടേ. നീ ആ ഇൻഡിക്കേറ്റർ മാത്രം ചെയ്തിട്ട് പോയി. എന്ത്